റിനു നേരത്തെ ശ്രീകാര്യം പിണക്കോട്ടുകോണം ലക്ഷം വീട് നഗറിലേക്കും പോയിരുന്നു. അതുകൂടി നമുക്കൊന്ന് പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കാം. ലക്ഷം വീട് നഗറിൽ കഴിഞ്ഞ 3 മാസമായി വെള്ളമില്ല. റിനു തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി നമുക്കൊന്ന് കാണാൻ പെട്ടെന്ന്. ഉയർന്ന പ്രദേശമായതിനാൽ കിണർ നിർമ്മിക്കാനും അവിടെ കഴിയില്ല. പരിഹരിച്ചില്ലെങ്കിൽ വലിയ സമരത്തിലേക്ക് പോകാനാണ് അവിടുത്തുകാർ തീരുമാനിച്ചിരിക്കുന്നത്. ആ കാഴ്ച കൂടി നമുക്കൊന്ന് കാണാം. തിരുവനന്തപുരം നഗരസഭയിലെ പിണക്കോട്ടുകോണം ലക്ഷം വീട് കോളനി ഏകദേശം 3 മാസത്തോളമായി ഇവിടെ വെള്ളം കിട്ടിയിട്ട് പൈപ്പ് ലൈനെ ആശ്രയിച്ച് മാത്രം കഴിയുന്നവരാണ് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ. അവർ തന്നെ കുറച്ചുപേര് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, എത്ര നാളായി വെള്ളം കിട്ടിയിട്ട്? 3 മാസമായി. 3 മാസം കൊണ്ട് ഇവിടെ വെള്ളം കിട്ടുന്നില്ല. കുടിവെള്ളത്തിന് വലിയ ബുദ്ധിമുട്ടാണ്. കണ്ണി കണ്ടവരെ വീട്ടിൽ ചെന്നാണ് നമ്മൾ പൈസ കൊടുത്താണ് വെള്ളം കൊണ്ടുവരുന്നത്. ഈ വാട്ടർ അതോറിറ്റിക്കാരൊക്കെ എന്താണ് പറയുന്നത്? അവർ പറഞ്ഞത് അവർ ഇന്ന് വരും നാളെ വരും, ഇന്ന് വരും നാളെ വരും എന്നേ പറഞ്ഞുള്ളൂ. ഈ അമ്മച്ചി, എവിടെ നിന്നാണ് ഈ കുടിവെള്ളം നിങ്ങൾ എവിടെ നിന്ന് എടുത്താൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത്? എങ്ങനെയാണ്? ഒരിടത്തും വല്ല വീടുകളിലും ചിലപ്പോൾ അവർ മോട്ടർ അടിക്കണ വെള്ളമല്ലേ കിണറ്റില്ല, അവർ 1 ഓടോ 2 ഓടോ തരും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇത്ര തന്നെ. ഈ നഗരസഭയിലോ കൗൺസിലറോ മേയറെയോ ഒക്കെ നിങ്ങൾ അറിയിച്ചിരുന്നു? അറിയിച്ച് അവരിവിടെ വന്നിരുന്നു. ഇപ്പോഴും അവർ പറയണേ ഇപ്പം വൈകുന്നേരം വരും ഇതുപോലെ എത്ര 3 മാസം കൊണ്ട് പറയണം വൈകുന്നേരം വരും എന്ന്. ഇല്ല, നമ്മൾ 3 മാസം കൊണ്ടാണ് നമുക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ട്. അപ്പം 3 മാസം നമുക്ക് ആഴ്ചയിൽ ഒരിക്കലൊക്കെ വെള്ളം വരുമായിരുന്നു. ഇപ്പോൾ 1 മാസം കൊണ്ട് ഒട്ടുമേ വെള്ളമില്ല. ഞങ്ങൾ അടുത്തുള്ള വീടുകളിലൊക്കെ ചെന്നാണ് വെള്ളം ശേഖരിക്കുന്നത്. നമ്മളൊക്കെ സാധാരണക്കാർ രാവിലെ ജോലിക്ക് പോയിട്ട് വൈകിട്ട് വരണവരാണ്. വൈകിട്ട് വന്നിട്ട് നമുക്ക് ഇത്രയും ദൂരം വെള്ളം ചുമന്നുകൊണ്ട് വരാൻ പറ്റില്ല. അടുത്ത് കിണറുകളൊന്നുമില്ല. അഥവാ കിണറുള്ളവർക്ക് തരാൻ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ തരുന്ന വീടുകൾക്ക് ഒത്തിരി ദൂരെ പോകണം. അവിടെ നിന്നാണ് നമ്മൾ വെള്ളം ചുമന്നുകൊണ്ട് വന്ന് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ കാണാൻ കുളിക്കണത്. കിണറുകളുണ്ടോ വീടുകളിൽ? ഇല്ല, ഈ പൈപ്പ് ലൈനിൽ വരുന്ന വെള്ളം തന്നെ. അല്ല പിന്നെ എവിടെ നിന്ന്? പിന്നെ നമ്മൾ ഈ ലോറിയിലൊക്കെ ചിലപ്പോൾ എതിർച്ചയിൽ വെള്ളം ഇല്ലെന്ന് പറയുമ്പോൾ പാർട്ടിക്കാർ വെള്ളം കൊണ്ടുവരും. പക്ഷേ ഇത് തന്നെയാണ് കാരണം. 3 മാസത്തോളമായി വെള്ളമില്ല. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു തുള്ളി വെള്ളം കിട്ടിയാലായി എന്നാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ 1 മാസമായി പൂർണ്ണമായും വെള്ളമില്ലാത്ത അവസ്ഥ. വാട്ടർ അതോറിറ്റിയിലടക്കം നഗരസഭയിലടക്കം കൗൺസിലറെ അടക്കം ഇവർ ബന്ധപ്പെടുന്നുണ്ട്. പക്ഷേ ഒരു രീതിയിലും ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. വാട്ടർ അതോറിറ്റിയിലൊക്കെ നമ്മൾ ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് എല്ലാ പ്രദേശത്തും ഈ പ്രശ്നമില്ല, ഈ ഉയർന്ന പ്രദേശങ്ങളിൽ ചില സാങ്കേതിക തകരാറ് മൂലം പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ്. അത് പരിഹരിക്കാനാകും എന്നുള്ളതും ഉടൻ പരിഹരിക്കുമെന്നും പറയുന്നു. അങ്ങനെ പറയുമ്പോഴും ഇത്രയും കാലമായിട്ടും പരിഹരിക്കാത്തത് എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം കൂടി ബാക്കിയാവുകയാണ്. ഓക്കെ, റിനു ശ്രീധരൻ, TV പ്രസാദും ആ വിഷയത്തിൽ ഇടപെട്ടു. ആ പ്രദേശത്തെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുമെന്നുള്ള ഉറപ്പ് അധികൃതരെ അവിടെ എത്തിച്ച് പ്രദേശവാസികൾക്ക് നൽകിയാണ് നമ്മുടെ വാർത്താ സംഘം മടങ്ങുന്നത്. ഇടപെടലാണ് വാർത്ത, അതായിരിക്കും റിപ്പോർട്ടറിന്റെ മുഖമുദ്ര. തിരിച്ചെത്താം.